കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിൽ കുട്ടികൾ പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിന് പിന്നാലെ കലോത്സവം നിർത്തിവെച്ചത് വിവാദത്തിനും പ്രശ്നത്തിനും വഴിവെച്ചു. ഇതേ തുടർന്ന് MSF പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ DDയോടും പോലീസിനോടും വിശദമായ റിപ്പോർട്ട് തേടി. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. വെള്ളിയാഴ്ചയാണ് സ്കൂൾ കലോത്സവത്തിൽ മൂകാഭിനയ ടീം പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. പലസ്തീന് പ്രമേയമാക്കി തന്നെയായിരുന്നു മൂകാഭിനയവും. ഇത് കണ്ടതോടെ സ്കൂളിലെ ഒരു അധ്യാപകൻ ഇടപെട്ട് കർട്ടൻ താഴ്ത്തി. ഇതേ തുടർന്ന് വിദ്യാർത്ഥികളും ഈ അധ്യാപകനും തമ്മിൽ വാക്കുതർക്കത്തിലായതോടെയാണ് കലോത്സവം നിർത്തിവെച്ചത്. ശനിയാഴ്ച നടക്കേണ്ടിയിരുന്ന കലോത്സവം മാറ്റിവെച്ചതായി അധികൃതർ അറിയിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് കർട്ടൻ താഴ്ത്താൻ ആവശ്യപ്പെട്ട അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് MSF പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ചുമായി എത്തിയത്. പ്രതിഷേധത്തിനിടെ പ്രവർത്തകർ അല്പനേരം അധ്യാപകരെ തടഞ്ഞുവെക്കുകയും ചെയ്തു. തുടർന്ന് കുമ്പള പോലീസ് സ്ഥലത്തെത്തി 10ഓളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി സ്ഥിതിഗതികൾ ശാന്തമാക്കുകയായിരുന്നു. അതേസമയം മൈം മത്സരം നടക്കുന്നതിനിടെ ചിലർ സ്റ്റേജിലേക്ക് പലസ്തീന്റെ പതാക ഉയർത്തിയും ഫ്ലക്സ് ഉയർത്തിപ്പിടിച്ചും കയറാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് കർട്ടൻ താഴ്ത്തിവെച്ചതെന്നാണ് അധ്യാപകരുടെ വിശദീകരണം. മാത്രമല്ല, പരിപാടിയിൽ പങ്കെടുക്കാത്ത ചില വിദ്യാർത്ഥികളാണ് പതാകയുമായി സ്റ്റേജിലെത്താൻ ശ്രമിച്ചതെന്നും സ്കൂൾ അധികൃതർ പറയുന്നു. വിവരമറിഞ്ഞ് AKM അഷ്റഫ് MLA അടക്കമുള്ളവർ സ്കൂളിലെത്തി. എഡ്യൂക്കേഷൻ മിനിസ്റ്ററോട് സംസാരിച്ചു, ഉമേഷ് IASനോട് സംസാരിച്ചു, നിങ്ങളെ ഡയറക്ടർ ജനറൽ എഡ്യൂക്കേഷൻ. പലസ്തീൻ ഒരു പലസ്തീൻ തന്നെ ആയിക്കോട്ടെ. ലോകത്ത് 90% രാജ്യങ്ങള് ഈ പലസ്തീൻ എന്ന് പറയുമ്പോൾ പലസ്തീനിൽ മുസ്ലിമുകൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും ജൂതന്മാരെല്ലാം ആക്രമിക്കപ്പെടുന്നത്. അവരെല്ലാം പലസ്തീന്റെ കൂടെയാണ്. നമ്മളെല്ലാവരും ഈ പലസ്തീന്റെ വിഷയത്തിൽ വരുമ്പോൾ ആ ഒരു സാധനം വന്നപ്പോൾ ഇതിന്റെ അവസാനം കിട്ടും. അത് കൃത്യമായിട്ട് ഇപ്പൊ നമുക്ക് വാദത്തിന് പറയാന്നല്ലാതെ അതൊരു കുട്ടികൾ അവതരിപ്പിച്ചത് ലീലാവതി ടീച്ചർ എന്നറിയുന്ന ദീർഘകാലം ടീച്ചർ, പിന്നെ ഡോക്ടർ ലീലാവതി നിങ്ങൾക്ക് അറിയാലോ, അവരുടെ ഒരു ബർഗാണ് എനിക്ക് വേണ്ട, നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. നമ്മൾ കേരളം കണ്ടതാണ്. നമ്മളത് നമ്മളെ സ്കൂളിലെ കുട്ടികൾ ചിലപ്പോൾ ഈ സാധനം സ്റ്റേറ്റിൽ 1ാം സ്ഥാനം കിട്ടേണ്ടി. അതേസമയം പ്രശ്നത്തിന് പിന്നാലെ നിർത്തിവെച്ച കലോത്സവം തിങ്കളാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ ചേർന്ന അധ്യാപക രക്ഷാകർതൃ വിദ്യാർത്ഥി സംഘടനാ യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത്. സംഭവം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ K ഇമ്പശേഖർ പോലീസിനും പൊതുവിദ്യാഭ്യാസ ഉപഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.